കൊട്ടിയൂർ തീർത്ഥാടകർക്കായി ഇത്തവണയും അന്നദാന വിശ്രമ കേന്ദ്രം ഒരുക്കി കൂത്തുപറമ്പ് സേവാഭാരതി. തൊക്കിലങ്ങാടിയിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ മാസം 29 മുതലാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തൊക്കിലങ്ങാടിയിൽ അന്നദാന വിശ്രമ കേന്ദ്രം ആരംഭിച്ചത്. തുടർച്ചയായ 4ാം വർഷമാണ് അന്നദാനം നടത്തുന്നത്. പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കും രാത്രിയും പായസം ഉൾപ്പെടെയുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണവുമാണ് നൽകുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുമായി 2500-ലധികം ആളുകളാണ് ദിനംപ്രതി ഇവിടെ എത്തി ഭക്ഷണം കഴിച്ച് മടങ്ങുന്നത്. 50-ലധികം വളണ്ടിയർമാരാണ് ഇവിടെ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. സേവാഭാരതിയുടെ കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ മെയ് 29 മുതലാണ് ഈ അന്നദാനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ 4ാം വർഷമാണ് അന്നദാനം സംഘടിപ്പിക്കുന്നത്. എല്ലാ ദിവസവും 3 നേരവും ഭക്ഷണം, അതായത് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും മുടങ്ങാതെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഏകദേശം 2500-നും 3000-നും ഇടയ്ക്കുള്ള ആൾക്കാർ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട്. ഇവിടുന്ന് രാവിലെ 6:15 തന്നെ ഭക്ഷണം ആരംഭിക്കും. രാത്രി 10-11 മണി വരെ ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. അതുമാത്രമല്ല, മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആൾ വളരെ രാവിലെ തന്നെ വന്ന് നമ്മുടെ ഈ സൗകര്യവും പ്രയോജനപ്പെടുന്നുണ്ട്. കാരണം ബാത്റൂമും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ കാലത്ത് തന്നെ ഇവിടെ തീർത്ഥാടകർ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സെന്ററുമായിട്ട് സഹകരിച്ചിട്ട് KMC ആ മെഡിക്കൽ സെന്റർ, അപ്പോൾ അവരുമായിട്ട് സഹകരിച്ചിട്ട് പെട്ടെന്ന് അസുഖമൊക്കെ വരുന്നവർക്ക് കൊണ്ടുവന്ന് ചികിത്സയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ രാവിലെ മുതലേ വൈകുന്നേരം വരെ തന്നെ അങ്ങനെയുള്ള വളണ്ടിയേഴ്സിന്റെ സേവനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 55ഓളം വളണ്ടിയേഴ്സ് ഒരു ദിവസം തന്നെ ഇവിടെ സേവനമനുഷ്ഠിച്ചു വരുന്നുണ്ട്. ശുചിമുറി സൗകര്യവും ഒപ്പം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആരോഗ്യ പരിശോധന നടത്താനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 20 വരെ കേന്ദ്രം പ്രവർത്തിക്കും. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.